നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മോക്ക് പോളിംഗിനു ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ജനവിധി. ചൂണ്ടൽ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ വിജയം ഉറപ്പിക്കാൻ UDFും LDFും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയം കൈപ്പിടിയിലാക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി AL ജെയിംസും LDF സ്ഥാനാർത്ഥി ജിഷ സുനിൽകുമാറും. പഞ്ചായത്തിൽ വാർഡ് പുനഃസംഘടനയുടെ ഭാഗമായി പഴയ 18-ാം വാർഡിന്റെ ഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതുതായി രൂപീകൃതമായ വാർഡാണ് പയ്യൂർ. കാലങ്ങളായി ഇടതുപക്ഷത്തെ വിജയം തുണയ്ക്കുന്ന വാർഡിനെ ഇത്തവണ തങ്ങൾക്കനുകൂലമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് UDF. പ്രാദേശിക നേതാവും വ്യാപാരിയുമായ AL ജെയിംസിനെയാണ് ഇതിനായി UDF രംഗത്തിറക്കിയിട്ടുള്ളത്. വാർഡിൽ തനിക്കുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർക്കിടയിൽ ജിമ്മി എന്നറിയപ്പെടുന്ന ജെയിംസിനുള്ളത്. മത്സരരംഗത്ത് ആദ്യമായാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും സൗഹൃദം പുതുക്കിയുമാണ് ജെയിംസ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തുന്നത്. മുൻ ഭരണസമിതികളുടെ വികസന വിരുദ്ധ നിലപാട് വിശദീകരിച്ച് വോട്ട് ചോദിക്കുന്ന ജെയിംസിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ പയ്യൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. മാറ്റത്തിനായി ഒരു വോട്ട് എന്നതാണ് വോട്ടർമാർക്ക് മുന്നിൽ ജെയിംസും UDFും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ജെയിംസിലൂടെ വാർഡിനെ UDFിനൊപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയും മുന്നണി നേതൃത്വത്തിനുണ്ട്. അതേസമയം ജനറൽ സീറ്റായ 20-ാം വാർഡിൽ ഇടതുപക്ഷം മത്സരത്തിനിറക്കിയിരിക്കുന്നത് വനിതാ സ്ഥാനാർത്ഥിയായ ജിഷ സുനിൽകുമാറിനെയാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ വാർഡിലുള്ള ജിഷയുടെ വ്യക്തിബന്ധങ്ങളും ഓരോ കുടുംബങ്ങളായി നേരിട്ടുള്ള ബന്ധങ്ങളിലുമാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. സ്ത്രീകളുടെ വോട്ടുകൾ തങ്ങൾക്കനുകൂലമാക്കാൻ ജിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസവും LDFിനുണ്ട്. പയ്യൂരിലെ പ്രമുഖ കുടുംബമായ കണ്ടംപുള്ളിയിലെ മരുമകൾ എന്ന നിലയിലുള്ള സ്വീകാര്യതയും LDFിന് ഗുണം ചെയ്യുമെന്നാണ് മുന്നണി നേതൃത്വം കരുതുന്നത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പയ്യൂരിൽ വിജയം ഉറപ്പാണെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. കൂടാതെ കാലങ്ങളായി ഇടതുമുന്നണിക്കായി NCP വിജയിച്ചിരുന്ന വാർഡിൽ ഇക്കുറി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകർക്കുണ്ട്. പുതിയ വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യാനാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. UDFും LDFും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന വാർഡിൽ വിജയം ആർക്കൊപ്പമെന്നറിയാൻ വിധി നിർണയ ദിനം വരെ കാത്തിരിക്കേണ്ടിവരും. UDF, LDF മുന്നണികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥി MS സതീശനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിലനും മത്സരരംഗത്തുണ്ട്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്കിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. തിങ്കളാഴ്ച വൈകിട്ട് 5-ഓടെയാണ് അപകടമുണ്ടായത്. എരമംഗലം സ്വദേശി സഞ്ചരിച്ച കാർ സംസ്ഥാന പാതയിൽ നിന്നും സിദ്ദിഖ് പള്ളി റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പുറകിൽ നിന്നും അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. ഗുരുതര പരിക്കേറ്റ യുവാക്കളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ദേശീയപാതയോരത്തെ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഇതര സംസ്ഥാനക്കാരായ 2 യുവാക്കളെ ചാവക്കാട് പോലീസ് പിടികൂടി. അസം ഡാലിഗവോൺ ചിരാങ് സ്വദേശി ഹബീസുൽ റഹ്മാൻ, ഡൽഹി തിലക് മാർഗ് ന്യൂ പ്രിൻസ് കോളനിയിലെ യൂനസ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശൗചാലയങ്ങളിലെ ഉപകരണങ്ങൾ, വീട്ടിലെ ഗ്യാസ് സിലിണ്ടറുകൾ, ബാറ്ററികൾ തുടങ്ങിയവയാണ് ഇവർ മോഷ്ടിക്കുന്നത്. ചേറ്റുവയിലുള്ള ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് മോഷണം നടത്തിയിരുന്നത്. ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ബാസിദ്, ഫൈസൽ, മനോജ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജിത്ത്, റോബർട്ട്, അനൂപ് G, അരുൺ, മുജീബ് എന്നിവരുമുണ്ടായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി. LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി പഞ്ചവാദ്യത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പേർ അണിനിരന്ന റാലി
കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസി ജോസഫ് അധ്യക്ഷയായി. സെക്രട്ടറി PT ആന്റോ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KJ ബിനോയ് കണക്കവതരണവും നടത്തി. സഹവികാരി ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, സിസ്റ്റർ നിർമ്മല, സിസ്റ്റർ അനില, കേന്ദ്ര കമ്മിറ്റി കൺവീനർ CO ജെയ്സൺ, കൈക്കാരൻ MJ ജോഷി എന്നിവർ സംസാരിച്ചു. അവാർഡ് ദാനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU 10ാമത് സ്ഥാപക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്തായി ക്ഷേത്രത്തിന് സമീപം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് S. സോമൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി PG കണ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ഗുരുവായൂർ, സൗമ്യ, DC മെമ്പർ രഘു, അനീഷ്, സരള പ്രസാദ്, അനിത ബാബു എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗദ്സമൻ വുമൺ പ്രയർ ഫെലോഷിപ്പ് 14ാമത് വാർഷികവും സുവിശേഷ യോഗവും സമാപിച്ചു. RS ജയലാൽ വചന പ്രഘോഷണം നടത്തി. ഗാന ശുശ്രൂഷയും സ്നേഹവിരുന്നുമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർഷിക യോഗത്തിന് ശലോമി സോമൻ സ്വാഗതവും മിനി ഗിൻസ് നന്ദിയും പറഞ്ഞു. ചരമം. അടുപ്പുട്ടി പള്ളിക്കര കുഞ്ഞുണ്ണി മകൻ ജയപ്രകാശ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. രാധ ഭാര്യയും രാജി, റെജി, രാജീവ് എന്നിവർ മക്കളുമാണ്. ആനായിക്കൽ നെടിയടത്ത് വീട്ടിൽ ദേവരാജൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. രതി ഭാര്യയും ദിവ്യ, ജിതൻ, ജിജിത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.